ബ്രിട്ടനിൽ അഭയാർത്ഥി സ്റ്റാറ്റസ് ലഭിക്കുന്നതിനായി പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ ദരിദ്ര രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട് വലിയ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിരക്കണക്കിന് പൗണ്ട് ഈടാക്കിയാണ് ഈ സംഘം വ്യാജരേഖകൾ നൽകി പാകിസ്ഥാൻ, ബംഗ്ലാദേശ് കുടിയേറ്റക്കാർക്ക് അഭയാർത്ഥി പട്ടം നൽകുന്നത്. അപേക്ഷകരെ ഔദ്യോഗിക പരിശോധനയിൽ വിജയിക്കാൻ സഹായിക്കുന്നതിന് കെട്ടിച്ചമച്ച റെഡിമെയ്ഡ് കഥകൾ, വ്യാജ തെളിവുകൾ, പരിശീലന സെഷനുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ടീമുകളെയാണ് BBC കണ്ടെത്തിയത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായി വേഷമിട്ട മാധ്യമപ്രവർത്തകർ വിസ കാലാവധി അവസാനിക്കാറായപ്പോൾ എമിഗ്രേഷൻ ഉപദേഷ്ടാക്കളെ സമീപിച്ചു. മതിയായ കാരണങ്ങൾ ഇല്ലെങ്കിൽ അഭയാർത്ഥി സ്റ്റാറ്റസ് ലഭിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ലൈംഗിക സ്വത്വം അടിസ്ഥാനമാക്കി വ്യാജ അവകാശവാദം ഉന്നയിക്കാൻ 7000 പൗണ്ട് വരെയാണ് ഇവർ ഈടാക്കുന്നതെന്നും ഇവർ കണ്ടെത്തി. ഇങ്ങനെ സ്വവർഗാനുരാഗിയാണെന്ന് വാദം ഉന്നയിച്ച് നിരവധി പേർ അഭയാർത്ഥി സ്റ്റാറ്റസ് സ്വന്തമാക്കിയെന്നും പറയുന്നു. അവകാശവാദം ഉന്നയിക്കുന്ന വ്യക്തി ഈ പറയുന്ന പോലെ സ്വവർഗാനുരാഗിയാണോ എന്ന് കണ്ടെത്താൻ ഒരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടാകില്ലെന്നും ഈ വ്യാജ സംഘങ്ങൾ ഉപദേശം നൽകുന്നു. നിങ്ങൾ സ്വവർഗാനുരാഗിയാണെന്ന അവകാശവാദം അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും. കൂടാതെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ അവകാശപ്പെടാനും അർഹത ലഭിക്കും. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സ്വവർഗ ബന്ധങ്ങൾ നിയമവിരുദ്ധമായി തന്നെ തുടരുന്നതിനാൽ നാട്ടിലേക്ക് മടങ്ങുന്നത് അവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് ഈ അപേക്ഷയിൽ പറയുന്നത്. അങ്ങനെയാണ് അഭയാർത്ഥിയായി ഇവർ സ്റ്റാറ്റസ് നേടുന്നത്. ഇങ്ങനെ അഭയം തേടുന്നവരെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പായ വോർസെസ്റ്റർ LGBT സംഘടിപ്പിച്ച മീറ്റിംഗുകളിലേക്ക് ഈ BBC റിപ്പോർട്ടർമാർ പോയി നോക്കിയിരുന്നു. അവിടെ പങ്കെടുത്ത നിരവധി പേർ തങ്ങൾ സ്വവർഗാനുരാഗികൾ അല്ലെന്ന് സ്വകാര്യമായി ഇവരോട് സമ്മതിക്കുകയും ചെയ്തു. UK പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പൗരന്മാരിൽ നിന്നുള്ള അഭയ അപേക്ഷകൾ കുത്തനെ വർദ്ധിച്ചു വരുന്ന സമയത്താണ് BBC സംഘം ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത്. ലൈംഗിക അഭിമുഖ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും കൂടുതൽ അഭയ അപേക്ഷകൾ രേഖപ്പെടുത്തിയത് പാകിസ്ഥാനാണെന്നും 2023 ബംഗ്ലാദേശാണെന്നും ഇവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്വന്തം രാജ്യത്ത് മാന്യമായ ജീവിതം സാധ്യമല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ അഭയാർത്ഥികളായി പലരും കുടിയേറുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും തങ്ങൾ സ്വവർഗാനുരാഗികളാണെന്ന് പറഞ്ഞ് വിദേശത്ത് ജീവിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നത് ഒരു വിരോധാഭാസമായി തോന്നാമെങ്കിലും സംഗതി സത്യമാണ്. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ 80% ആളുകളും സ്വവർഗാനുരാഗികളാണെന്ന് പാകിസ്ഥാൻ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഹിന ബലോച്ച് പറഞ്ഞത് അടുത്തിടെയാണ്. എന്നാൽ സാമൂഹിക സമ്മർദ്ദം, മതം, കുടുംബ ബഹുമാനം എന്നിവ കാരണം സ്വന്തം ലൈംഗികത ആരും പുറത്തു പറയുന്നില്ലെന്നും അവർ പറഞ്ഞു. പാകിസ്ഥാനിലെ പകുതിയിലധികം പേരും യഥാർത്ഥത്തിൽ സ്വവർഗാനുരാഗികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവർ അത് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവർ പറഞ്ഞു. ക്യൂർ ഗ്ലോബലിന് നൽകിയ അഭിമുഖത്തിലാണ് ഹിന ബലോച്ച് ഈ പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാനിൽ ലൈംഗികത ഒരു പരസ്യമായ രഹസ്യം പോലെയാണെന്ന് അവർ വിശേഷിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ 80% പേരും സ്വവർഗാനുരാഗികളാണ്. ബാക്കി 20% പേർ ബൈസെക്ഷലുകളാണ് എന്ന അവരുടെ പ്രസ്താവന ഏറെ വിവാദമായി മാറുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഭിന്നലിംഗ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ് ഹിന ബലോച്ച്. ഒരു പ്രതിഷേധത്തിൽ പ്രൈഡ് പതാക ഉയർത്തിയതിനു ശേഷം ഇവർ പ്രതികാര നടപടികൾ നേരിട്ടു. ഒടുവിൽ പാകിസ്ഥാൻ വിട്ടുപോകാൻ അവർ നിർബന്ധിതയായി. പിന്നീട് ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് സ്കോളർഷിപ്പ് നേടി UK അഭയാർത്ഥി പദവിയും അവർ നേടിയെടുത്തു.